അപ്പോൾ ഇന്ന് ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പായസം ചാലഞ്ചിന്റെ ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങളും ഞാൻ ഏത് പായസം ഉണ്ടാക്കി എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നൊരു ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഫംഗ്ഷൻ ഉണ്ട് ചൊവ്വാഴ്ച, ചെറുതായിട്ട് കുട്ടികളുടെ ഓണം സെലിബ്രേഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൊ ഉണ്ണീനെ ഒന്ന് ഫോട്ടോ എടുപ്പിച്ച് പൂവിന്റെ അടുത്തൊക്കെ എത്തിയിട്ട് അപ്പൊ ഉണ്ണീനൊക്കെ റെഡി ആക്കിയിട്ട് ഉണ്ണിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയും ഉണ്ണിയൊക്കെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡേ 3 ഉണ്ടാക്കുന്നത് ഓട്സ് പായസമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് പഞ്ചസാര ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് നമുക്ക് 3/4 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഓട്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് നമ്മളുടെ പായസത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ഏലക്ക ചതച്ചിട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ടുള്ള പായസമാണ് ഡേ 3. അപ്പം നമ്മൾ ഓട്സ് പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പായസം അങ്ങനെ ഞാൻ ആസ്വദിച്ച് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മുല്ലപ്പൂ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂട്ടോട് കൂടി കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇനിയൊരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഓണമൊക്കെ ആവാറായി വരുന്ന ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ സെറ്റ് മുണ്ടൊക്കെ ഇപ്പോഴായിരിക്കും ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ എൻ്റെ സെറ്റ് മുണ്ടൊക്കെ ഇതാ നല്ല ചളി പിടിച്ച് കുറച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ ചളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് നോക്കൂ. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളത്തിൽ വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സെറ്റ് മുണ്ട അതിലേക്കൊന്ന് മുക്കി കൊടുക്കുക. ഞാൻ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് 2-3 മൂടി വിനീഗറും പിന്നെ മൈൽഡായിട്ടുള്ള ഷാമ്പൂ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കുട്ടികളുടെ ഷാമ്പൂ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. വിനീഗറൊക്കെ ഒഴിച്ചത് കൊണ്ടാണ് 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇപ്പം തന്നെ അതാ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു കളറ് മാറിയിട്ടുണ്ട്. ചളിയൊക്കെ അതാ അപ്പം തന്നെ പോകാൻ തുടങ്ങി കേട്ടോ. അതിന് ശേഷം ഞാനിതാ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെയാണ് ഉരച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. കല്ലൊന്നും കുത്തേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഉരച്ചാൽ മതി കേട്ടോ. ഇപ്പം തന്നെ അതിലെന്തെങ്കിലും ഒരു ചളി പോലെ ഉണ്ടെങ്കിൽ പോവാനും പിന്നെ ഒന്നും കൂടി ഒരു വൈറ്റ് കളർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ ഹാക്ക് യൂസ് ചെയ്യുന്ന വിനീഗറൊക്കെ. പിന്നെ വേണച്ച നാരങ്ങയുടെ ഒരു നീരും കൂടിയും ആഡ് ചെയ്യാം കേട്ടോ. ഒരു 1/2 നാരങ്ങ നീരും കൂടി നമുക്കതിൽ ആഡ് ചെയ്താൽ ഒന്നും കൂടി ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ടാവും. കറകളൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ നല്ലതാണ് കേട്ടോ. അതിന് ശേഷം ഇതാ ഞാൻ കംഫേർട്ടും ക്രിസ്പ് ആൻഡ് ഷൈനും എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വെള്ളത്തിൽ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഈ മുണ്ട അതിലൊന്ന് കുതിർത്തി വെക്കാം കേട്ടോ. അപ്പോൾ ഇതും ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് ഒരു സ്മെല്ലും കളറൊക്കെ ആയിട്ടുണ്ടാവും. കഴുകിയിട്ട് നന്നായിട്ട് ഇങ്ങനെ നിവർത്തിയിട്ട് കുടഞ്ഞിട്ട് തോരട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാ കറകളും പോയിട്ടുണ്ട്, ചളിയൊക്കെ പോയിട്ടുണ്ട്. സ്റ്റിഫ് ആൻഡ് ഷൈനും കംഫർട്ടൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പുളിയഞ്ചി ഉണ്ടാക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ കുട്ടികളുടെ മാത്രമായിട്ടുള്ള ചെറിയൊരു ഫംഗ്ഷനാണ്. ആർക്കും ഓണമൊന്നും ഇല്ലാത്തത് കൊണ്ട് വയനാടിൻ്റെ ദുരന്തം കാരണം നമ്മൾ കുട്ടികൾക്ക് മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് ഫംഗ്ഷൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പുളിയഞ്ചിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ശർക്കരയും എല്ലാം മെൽറ്റ് ചെയ്ത് പിന്നെ ഒന്ന് അരിച്ചിട്ടാണ് കേട്ടോ എല്ലാം യൂസ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് ആയതുകൊണ്ട് അത്ര എരിവൊന്നും ഇടുന്നില്ല, കുറച്ച് മാത്രം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചത്, പിന്നെ കായപ്പൊടി, അങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം നമ്മളുടെ ഈ പുളിയഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച എനിക്ക് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നും ഇപ്പം തന്നെ ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം ഉച്ചയ്ക്ക് ഞാൻ പുളിയഞ്ചിയും ചോറും മോരും പിന്നെ
കുറച്ച് അച്ചാറും മുട്ടയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് രാത്രി ആയപ്പോഴേക്കും നല്ല കുറുനനെ കേട്ടോ. അപ്പോൾ പുളിയാഞ്ചി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നാളെ വിശാഖം ദിവസത്തിന്റെ വിശേഷങ്ങളും പായസമൊക്കെ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.